നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ അടുത്ത ഘട്ട വിതരണം നാളെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 1600 2 ഗഡുക്കൾ 3200 രൂപ വീതം നാളെ മുതൽ വിതരണം തടസ്സപ്പെട്ടവർക്കുൾപ്പെടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന പല ആളുകൾക്കും ആനുകൂല്യം ലഭ്യമായിരുന്നില്ല. 400 രൂപ മുതൽ 1000 രൂപ വരെ, അതായത് 2 മാസത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് 400 രൂപ മുതൽ 1000 രൂപ വരെ. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക. തിങ്കളാഴ്ച ആരംഭിക്കുമെങ്കിലും തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരണമെന്നില്ല. എങ്കിൽ പോലും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ബാങ്ക് പ്രവൃത്തി ദിനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടക്കം കൂടാതെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലെത്തി തുക കൈമാറുന്ന രീതി ആയതുകൊണ്ട് തന്നെ അതും ഈ ഒരാഴ്ചയിൽ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. ഈസ്റ്റർ, വിഷു, റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് 2 മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. ഒക്ടോബർ, നവംബർ തുടങ്ങിയ മാസങ്ങളിലാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. ഈ മാസം അവസാനം ഇനിയും പരമാവധി 2 ഗഡുക്കൾ കൂടി വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ബജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് ഈ മാസം മുതലാണ് കൃത്യമായിട്ട് മുടങ്ങാതെ പെൻഷൻ നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ രാജ്യത്തെ കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിൽ 10 ലക്ഷം പേരെ കൂടി ചേർക്കുമെന്ന് BJPയുടെ പ്രകടന പത്രികയിലൂടെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിൽ നിലവിൽ കോടിക്കണക്കിന് കർഷകർക്കാണ് വർഷം തോറും 6000 രൂപയുടെ സഹായം ലഭിക്കുന്നത്. 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഒരു വർഷം ലഭിക്കുന്നത്. നിലവിൽ 16 ഗഡുകളിലൂടെ 32,000 രൂപ ലഭിച്ച കർഷകരുണ്ട്. ഇനി 17ാം ഗഡുവിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതുതായിട്ട് കർഷകരെ ചേർക്കുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുള്ളത്. പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ പിന്നീടാണ് ആരംഭിക്കുക. നിലവിൽ 2018-19 കരടച്ച രസീത് ഇതിൻ്റെ പ്രധാന രേഖയായിരുന്നു. ഇനി ചിലപ്പോൾ ഇളവുകൾ അനുവദിക്കുന്നത് കൊണ്ട് തന്നെ 2019-20 സമയത്ത് ഭൂമി വാങ്ങിയ കർഷകരും ചിലപ്പോൾ ചേരാൻ സാധിക്കും. പുതുതായിട്ട് 10 ലക്ഷം കർഷകരെ ചേർക്കുമെന്നുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആയുഷ്മാൻ ഭാരത് പദ്ധതി വിപുലീകരിക്കുമെന്ന BJPയുടെ പ്രകടന പത്രികയിലൂടെ പുതിയ വാഗ്ദാനം വന്നിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ആനുകൂല്യം നൽകുമെന്ന് 5 ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം നൽകുമെന്ന് പ്രകടന പത്രികയിലൂടെ അറിയിക്കുന്നു. ഇതുമാത്രമല്ല, നമ്മുടെ എല്ലാ വീടുകളിൽ 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള വ്യക്തികളുണ്ടാകും, മുതിർന്ന പൗരന്മാരുണ്ടാകും. ഇത്തരം ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ചികിത്സ അത് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലെല്ലാം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രകടന പത്രികയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ഒരു സ്കീം നമ്മുടെ രാജ്യമെമ്പാടും നടത്തപ്പെടുന്നുണ്ട്. ഗ്രാമീണ ആവാസ് യോജനയുണ്ട്, അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ആവാസ് യോജനയുടെ സ്കീമുകളുണ്ട്. ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ 3 കോടിയോളം വരുന്ന വീടുകൾ കൂടി അനുവദിക്കുമെന്ന BJPയുടെ പ്രകടന പത്രികയിലൂടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ആവാസ് യോജന സ്കീമിലും പരമാവധി 4 ലക്ഷത്തിനടുത്താണ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെയുള്ള പദ്ധതിയാണ് ആവാസ് യോജന എന്ന് പറയുന്ന സ്കീമും. നമ്മുടെ കേരളത്തിൽ പദ്ധതി വരുമ്പോൾ ലൈഫ് മിഷനുമൊക്കെയായിട്ട് സഹകരിച്ച് തന്നെയാണ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യമെമ്പാടുമാണ് മൊത്തത്തിൽ 3 കോടിയോളം വീടുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് BJP അവരുടെ പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.